ജീവിതത്തിൽ ചില പ്രത്യേക പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാറുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാന്മാർ. യേശു കർത്താവ് ഈ കാര്യം ഓർപ്പിക്കുവാൻ കാരണം ആ അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന പ്രത്യേക വിഷയം എന്ന് പറയുന്നത് യോഹന്നാൻ തടവിലായ സന്ദർഭമാണ്. യേശുക്രിസ്തുവിന് മുമ്പ് യേശുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് മരുഭൂമിയിൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അനേകരെ മാനസാന്തര സ്നാനത്തിലേക്ക് നടത്തി യേശു കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി യേശുവിനെ സ്നാനപ്പെടുത്തി സാക്ഷ്യം പ്രസ്താവിച്ച അനുഗ്രഹീതനായ അഭിഷിക്തനായിരുന്നു യോഹന്നാൻ. എന്നാൽ ഹെരോദാവ് യോഹന്നാനെ പിടിച്ച് തടവിലാക്കി. ആ തടവിൽ കിടക്കുമ്പോൾ ഒരുപക്ഷെ യേശു തന്നെ തേടി വരുമെന്നും തന്നെ അവിടുന്ന് പുറത്തിറക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കും എന്നും യോഹന്നാൻ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. എന്നാൽ യോഹന്നാൻ തടവിലും യേശു ആ പ്രദേശത്തു നിന്ന് വാങ്ങി ഗലീല പ്രദേശങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? വരാനുള്ള യഹൂദന്മാരുടെ മശിഹ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ പ്രവചനത്തിൻ്റെ നിവൃത്തി എന്നോണം വെളിപ്പെട്ട യേശു കർത്താവ് സാക്ഷാൽ ദൈവപുത്രനും ശക്തനും സർവശക്തനുമാകൊണ്ട് തന്നെ ഹെരോദാവിൻ്റെ കാരാഗ്രഹമോ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രതിസന്ധികളോ ഒന്നും തങ്ങളെ തളർത്തിക്കളയത്തില്ല. അതിനെ ജയിപ്പാനുള്ള ശക്തിയും കഴിവും അധികാരമുള്ളവനാണ് മശിഹയായി വെളിപ്പെട്ട യേശു ക്രിസ്തു എന്ന് യോഹന്നാന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രതിസന്ധിയിൽ തന്നെ രക്ഷിപ്പാനായിട്ട് അവൻ തീർച്ചയായും കടന്നു വരുമെന്നുള്ളൊരു ആഗ്രഹവും ഒരു ആശയും യോഹന്നാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അത് സംഭവിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് വിശ്വാസം ചോർന്നു പോവുകയും സംശയങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ചോദിക്കുന്നു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? യേശു അതിൻ്റെ മറുപടിയായി പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, പക്ഷവാത രോഗികൾ എഴുന്നേറ്റ് നടന്ന് സൗഖ്യമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പോയി യോഹന്നാനോട് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യോഹന്നാൻ്റെ അടുക്കലേക്ക് അവരെ മടക്കി അയക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ടാണ് തന്നെ ഒപ്പം നിന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാന്മാർ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് തളർന്ന് വിശ്വാസം ക്ഷീണിച്ച് ഇനി എന്നെ ആരും രക്ഷിക്കാൻ ഉണ്ടാവില്ല, ദൈവം പോലും എന്നെ കൈവിട്ടു എന്നൊക്കെയുള്ള നിരാശയുടെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം നമ്മെ കൈവിട്ടതല്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചതല്ല, അവൻ നമ്മെ വിട്ട് മാറിക്കളഞ്ഞതല്ല, അവൻ നമ്മോടൊപ്പം ഉണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങൾ ചില ജീവിതത്തിൽ നമുക്ക് കടന്നു വരും, അതിലൂടെ നാം കടന്നു പോകേണ്ടവരാണ്. അതിൽ ഉറപ്പോടെ നിന്ന് ജയം പ്രാപിച്ച് ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവാലോചനയെ മറുത്തു കളയാതെ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്നുകൊണ്ട് നല്ല ഒരു സാക്ഷ്യത്തിനുടമയായി തീരുവാൻ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ പ്രത്യാശ അനുദിനം വർദ്ധിക്കട്ടെ. ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നാം വളരുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.